എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അള്ളാഹുവിനെ കണ്ടുമുട്ടണം. 3 രീതിയിൽ കണ്ടുമുട്ടണം. ആ 3 രീതിയും അവലംബിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ബയാനില്ലാതെ, തഫ്സീറില്ലാതെ, വിശദീകരണമില്ലാതെ, വ്യാകരണമില്ലാതെ, ഒരുപാട് നീട്ടിപ്പരത്തി പറയാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തന്റെ വിശ്വവിഖ്യാത ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഔഹല്ലാഹു തആല ഇലാ ബഅദിൽ അംബിയാ, മുർസലീങ്ങളായ ചില പ്രവാചകന്മാരിലേക്ക് അല്ലാഹു തആല സന്ദേശം അറിയിച്ചു കൊടുക്കുകയാണ്, വഹി എത്തിച്ചു കൊടുക്കുകയാ, വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വഹി ഇറക്കി കൊടുക്കുകയാ. എന്താണ് അംബിയാക്കൾക്ക് അല്ലാഹു വഹി എത്തിച്ചു കൊടുത്തതെന്നറിയോ? മല്ലഖിയനി വഹുവ യുഹിബ്ബുനി അദ്ഖൽതുഹു ജന്നതി. ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നെ കണ്ടുമുട്ടിയാൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് മരണത്തോടെയല്ലേ? ആരെങ്കിലും മരണപ്പെടുമ്പോൾ എന്നിൽ സംതൃപ്തനാണെങ്കിൽ, എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ, എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അദ്ഖൽതുഹു ജന്നതി, അവനെ ഞാൻ എന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാ. രണ്ടാമത് അല്ലാഹു അമ്പിയാക്കളോട് പറയുകയാണ്, മല്ലഖിയനി വഹുവ യഖാഫുനി, എന്നെ കണ്ടുമുട്ടുമ്പോൾ അഥവാ മരണപ്പെടുന്ന സമയത്ത് സക്രാത്തിന്റെ ഹാലില് എന്നെ പേടിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ജനബതുഹു നാരി, എന്റെ നരകത്തിൽ നിന്ന് ഞാൻ അവനെ അകറ്റുന്നതാ. മൂന്നാമത് അല്ലാഹു പറയുകയാണ്, മല്ലഖിയനി വഹുവ യസ്തഹീ, ആരെങ്കിലും എന്റെ മുമ്പിൽ വരുന്നതിന് ലജ്ജയോടെ, അള്ളാന്റെ മുന്നിലെത്തുന്നതിന് നാണക്കേടോർത്തുകൊണ്ട് പടച്ചവന്റെ മുന്നിൽ എങ്ങനെയാണ് ഞാൻ ഈ ലജ്ജയോടെ മരണപ്പെടുകയാണെങ്കിൽ, അള്ളാനെ കണ്ടുമുട്ടുകയാണെങ്കിൽ, അനസൈതുൽ ഹഫളത ദുനൂബാ, അവൻ ചെയ്ത പാപങ്ങളെ ഹഫളത്തിന്റെ മാലാകമാരിൽ നിന്ന് ഞാൻ മറപ്പിച്ച് കളയുന്നതാ. ഹഫളത്തിന്റെ മലക്കുകളില്ലേ സഹോദരങ്ങളെ, എന്തും എഴുതാൻ, എന്ത് ചിന്തിച്ചാലും, എന്ത് പറഞ്ഞാലും, എന്ത് കണ്ടാലും, എന്ത് കേട്ടാലും, എവിടേക്ക് നടന്നാലും, എന്ത് പിടിച്ചാലും സ്പർശന ദർശനങ്ങളല്ല, അള്ളാന്റെ ഹഫളത്തിന്റെ മലക്കുകളെ രേഖപ്പെടുത്തുകയാ. ആ മലക്കുകളെ അള്ളാഹു നാളെ മഹ്ശറയിൽ വരുമ്പോൾ ലജ്ജയോടെയാണ് മരണപ്പെടുന്നതെങ്കിൽ, പടച്ചവനെ ഞാൻ ലജ്ജിക്കുകയാ നിന്റെ മുന്നിലെത്താ. എനിക്ക് കൈ തന്ന അല്ലാ, കാല് തന്ന അല്ലാ, കണ്ണ് തന്ന അല്ലാ, ശ്രവണപുടങ്ങൾ തന്ന അല്ലാ, ശരീരം ചലിപ്പിച്ച അല്ലാ, നിന്നെ കണ്ടുമുട്ടാൻ എനിക്ക് ലജ്ജയുണ്ട് റബ്ബേ. എന്തുകൊണ്ടാണ് നീ തന്ന കൈ കൊണ്ട് നീ പാടില്ലെന്ന് പറഞ്ഞത് ഞാൻ സ്പർശിച്ചിട്ടുണ്ട്, നീ തന്ന കാലുകൊണ്ട് അരുതേ എന്ന് പറഞ്ഞിടത്തേക്ക് ഞാൻ നടന്നിട്ടുണ്ട്. ഓരോ അവയവങ്ങൾ നീ തരുമ്പോ അതിന്റെ അമാനത്തുകൾ വീടാതെ, ഹക്ക് വീടാതെ ഞാൻ നന്ദികേട് കാണിച്ചു അല്ലാ. എങ്ങനെയാണ് നിന്റെ മുന്നിൽ ഞാൻ വന്നെന്ന് നിൽക്കുക? ഈ ഒരു ലജ്ജാവതിയോടെ, ലജ്ജയുള്ളവനായിട്ട് പടച്ചവന്റെ മുന്നിലേക്ക് ഞാനും നിങ്ങളും യാത്ര പോയാൽ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾക്ക് അല്ലാഹു വഹി അറിയിച്ചു കൊടുക്കുകയാണ്, അൻസൈതുൽ ഹഫളത ദുനൂബഹു, അവന്റെ പാപങ്ങളെ ഞാൻ മലായിക്കത്തുകളെ മറപ്പിച്ച് കളയുമെന്നാണ് അവർക്ക് ഓർമ്മ കാണൂല. ഇതെന്തൊരു ലോകമാ സഹോദരങ്ങളെ! അല്ലാഹുവിന്റെ ഹഫളത്തിന്റെ മാലാകമാര് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മറന്നു പോകുന്ന മഹ്ശറ. അതിന് നാം ചെയ്യേണ്ടത് എന്താണ്? എന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ലജ്ജയുള്ളവനായി പോകണ്ടേ? ഈ 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ പാതിരാത്രിയോടടുക്കാൻ അടുത്തിരിക്കുന്ന ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ മുറുകെ പിടിച്ചോ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കോ. ഒന്ന് ചിന്തിക്കണേ, പ്രസംഗിക്കാൻ ആളുകൾക്ക് കുറവില്ല, പ്രസംഗം വെക്കാൻ സംഘാടകർക്ക് കുറവില്ല, പ്രസംഗം കേൾക്കാനും ആളുകൾക്ക് കുറവില്ല, ചരിത്രങ്ങൾ പറയാൻ ആളുണ്ട്, പറയിപ്പിക്കാൻ ആളുണ്ട്, സംഘടിപ്പിക്കാൻ ആളുകളുണ്ട്. പക്ഷെ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടണ്ടേ സഹോദരങ്ങളെ? അതുകൊണ്ട് ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന പരിവർത്തനത്തിന്റെ പടഹത്തുനി മുഴക്കുന്ന ഈ സദസ്സായി നമ്മുടെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ചുറ്റുമൂലയുടെ ഈ അനുഗ്രഹീതമായ പാതയോരത്തെ ഈ സംഗമം നമുക്ക് ഫലപ്രദമാക്കിയെടുക്കാം. അതുകൊണ്ട് മരിക്കുമ്പോ എങ്ങനെയാണ് മരിക്കേണ്ടത്? അല്ലാഹനെ കണ്ടുമുട്ടുമ്പോ എങ്ങനെയാണ് കണ്ടുമുട്ടേണ്ടത്? ഒന്നാമത്തേത് പടച്ചവനോടുള്ള പ്രണയത്തോടെയാകണം. രണ്ടാമത്തേത് അവനെ ഭയന്നുകൊണ്ടാകണം. മൂന്നാമത്തേത് അവനെ ലജ്ജിച്ചുകൊണ്ടാകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോന്നും നമുക്ക് കുറഞ്ഞ സമയം ഒന്ന് വിശദീകരിച്ചാലോ? നമ്മുടെ മനസ്സിലേക്കൊന്ന് കയറട്ടെ. നമ്മുടെ കാതുകളിൽ കേട്ടാ പോരാ, എന്റെ നാവിൽ നിന്ന് കാതുകളിലേക്ക് നമ്മളെ കേട്ടാ പോരല്ലോ. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കല്ലേ കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്. എന്റെ നാവുകളിൽ നിന്ന് നിങ്ങൾ
നിങ്ങളുടെ കാതുകളിൽ കേട്ടാൽ ഇത് ഒരിക്കലും നമ്മുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. എന്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പാസ് ചെയ്യപ്പെടണം. അങ്ങനെ ഒരു പ്രഭാഷണമായി പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും പറയിപ്പിച്ച സംഘാടകർക്കും അതിന് തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പടച്ചവനെ കണ്ടുമുട്ടുമ്പോ ഒന്നാമത്തെ രീതി ഏതാണ്? അല്ലാഹനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാകണം. മല്ലഖിയനി വഹുവ യുഹിബ്ബുനി അദ്ഖൽതുഹു ജന്നതി. എന്റെ മുന്നിൽ വരുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന നിലയിലാണ് വരേണ്ടത്. അതിനെന്താണ് വേണ്ടതെന്നറിയോ? ഇതെങ്ങനെയാണ് പടച്ചവനെ നമ്മൾ ഇഷ്ടപ്പെട്ട് മരിക്കേണ്ടത്? ഒരു ദിവസം ഹസ്രത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഹു. ആര് അല്ലാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നു അല്ലാഹ് അവരെയും കാണാൻ ഇഷ്ടപ്പെടുകയാണ്. മൻ കരിഹല്ലാഹ ലിഖാഹു കരിഹല്ലാഹു ലിഖാഹു. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ വെറുക്കുന്നതാരാണ്? അവനെ കാണാൻ പടച്ചവനും വെറുക്കുകയാണെന്ന് ആയിഷ ബീവിയോട് കാരുണ്യത്തിന്റെ പ്രവാചകരെ, എന്റെയും നിങ്ങളുടെയും ചങ്കിലെ ചോരയായ കണ്ണിലെ കൃഷ്ണമണിയായ ഹൃദയത്തിന്റെ തുടിപ്പായ എന്റെയും നിങ്ങളുടെയും വികാരമായ വിചാരമായ ലക്ഷ്യമായ എന്റെയും നിങ്ങളുടെയും സർവസ്വമായ നബി മുഹമ്മദ് മുസ്തഫ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ നബി മുഹമ്മദ് മുസ്തഫ കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുമ്പോ ആയിഷ ബീവി ന്യായമായിട്ട് സഹജമായിട്ടും അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയേ ഇന്നാല നക്റഹുൽ മൗതാ, ഞങ്ങളും മരണത്തെ വെറുക്കുകയാണ്, ഞങ്ങളും മരിക്കാൻ വെറുപ്പുള്ളവരാണ്. എന്തുകൊണ്ടാ? ഭൗതിക താല്പര്യങ്ങളോടുള്ള ആസക്തി കൊണ്ടല്ല, ഇനിയും ഈ മണ്ണിൽ ജീവിക്കണമെന്ന പൂതി കൊണ്ടല്ല, ഇനിയും ധാരാളം വെട്ടിപ്പിടിക്കണമെന്ന മോഹം കൊണ്ടല്ല. പിന്നെയോ പടച്ചവനെ ഒരു സുബ്ഹാനല്ലാഹ് കൂടി ചൊല്ലാൻ ഭാഗ്യം കിട്ടിയാൽ, ഒരു ഹംദ് കൂടി പറയാൻ ഭാഗ്യം കിട്ടിയാൽ, ഒരു തക്ബീർ കൂടി ഉറക്കെ ഒന്ന് ചൊല്ലാൻ കഴിഞ്ഞാൽ, ഒരു സ്വലാത്ത് കൂടി അങ്ങയുടെ പേരിൽ ചൊല്ലാൻ കഴിഞ്ഞാൽ ഞങ്ങൾ കൃതാർത്ഥരല്ല നബിയേ. ഞങ്ങൾ അതല്ലേ ഇഷ്ടപ്പെടുന്നത്, അന്ന് ഞങ്ങൾ അതല്ലേ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് വെറുപ്പാണ്, മടിയാണെന്ന് പറയുമ്പോ ആയിഷ ബീവിയോട് നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആയിഷ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് തിരിയാത്തതാണ്. ഒരിക്കലും ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. എന്താ നബിയെ അങ്ങ് പറഞ്ഞത്? അല്ലാഹനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നവനെ അല്ലാഹുവും താല്പര്യത്തോടെ കാത്തിരിക്കുകയാ. അല്ലാഹനെ കണ്ടുമുട്ടാൻ വെറുക്കുന്നവനെ അല്ലാഹുവും കാണാൻ വെറുക്കുകയാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ നബിയെ ഒന്ന് പറഞ്ഞു തരുവോ? ആ സമയത്ത് അഷ്റഫുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് വിശ്വാസിയാണെങ്കിലും മരണപ്പെടാൻ അടുക്കുമ്പോ മരിക്കാൻ നേരത്ത് ആ മനുഷ്യന്റെ സമക്ഷത്തിലേക്ക് അല്ലാഹുവിന്റെ മലക്ക് വരുമത്രേ, കാരുണ്യത്തിന്റെ മലക്ക് വരുമത്രേ. എന്നിട്ട് ആ മലക്ക് ആ മനുഷ്യനോട് പറയും, നമ്മുടെ ഭാര്യമാര് മരണപ്പെട്ട എത്ര ഭർത്താക്കന്മാര് ഈ സദസ്സിലുണ്ട്, ഭർത്താക്കന്മാര് മരണപ്പെട്ട എത്ര ഭാര്യമാർ ഈ വേദിയിലെ പ്രസംഗം കേൾക്കുന്നുണ്ട്, പൊന്നുമക്കള് മരണപ്പെട്ടു പോയ എത്ര ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രസംഗം കേൾക്കുന്നുണ്ട്, മാതാപിതാക്കൾ മരണപ്പെട്ടതിന്റെ വേദന ഇന്ന് വരെ മാറാത്ത എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മരിക്കുന്ന സമയത്ത് അഭിമുഖീകരിച്ച ഒരു ആ കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വിശ്വാസി മരിക്കുന്ന സമയത്ത് അവന്റെ അടുക്കൽ റഹ്മത്തിന്റെ മലക്ക് വന്നിട്ട് പറയുമത്രേ, നിനക്ക് അല്ലാഹു തരുന്ന സ്വർഗത്തിന്റെ അനുഭൂതി ഇതാ, നിനക്ക് അല്ലാഹു തരുന്ന കാരുണ്യത്തിന്റെ പ്രവാചകൻ പറയുന്ന സ്വർഗത്തിന്റെ അനുഗ്രഹം ഇതാണ്, നിനക്ക് തരുന്ന സ്വർഗത്തിന്റെ സ്ഥാനം ഇതാണ്. ഇതെല്ലാം കാണിച്ചു കൊടുക്കുമ്പോ ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നു, റബ്ബേ ഒന്നും മരിച്ചെങ്കിലല്ല ഇതൊന്ന് കിട്ടാൻ, റബ്ബേ നിന്നെ ഒന്ന് കാണാൻ എനിക്ക്
വലിയ താല്പര്യമാണ്. ഇതൊക്കെ വിശ്വാസികൾക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനമാണ്. അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്നത് വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയുടെ മുന്നിൽ ചെന്ന് മക്കളെ നിലവിളിച്ചാൽ ഒരിക്കലും ആ മക്കളുടെ നിലവിളി കേൾക്കാൻ മയ്യത്തിന് കഴിയില്ല. മയ്യത്താകാൻ പോകുന്ന സക്കറാത്തിന്റെ ഹാലിലുള്ള ആ മനുഷ്യൻ കേൾക്കുന്നില്ല. ആ മനുഷ്യനോട് വിളിക്കുന്നത് ആരായാലും ശരി, ഭാര്യയാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, മാതാവാണെങ്കിലും ശരി, പിതാവാണെങ്കിലും ശരി, ആരാണ് വിളിച്ചെങ്കിലും ആ മയ്യത്ത് അതൊന്ന് ശ്രദ്ധിക്കില്ല. സക്കറാത്തിന്റെ ഹാലിലും മയ്യത്താകാൻ അടുത്തിരിക്കുന്ന ആ ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര് നിലവിളിച്ചാലും അതിന് മറുപടി കൊടുക്കൂല. എന്തുകൊണ്ടാ? അവര് കാണുന്നത് പടച്ചവന്റെ സ്വർഗമാ. അള്ളാന്റെ സുഖലോലഭ സ്വർഗം ഇങ്ങനെ നേരിട്ട് കാണുകയാണ്. അത് അടുത്ത് നിൽക്കുന്ന ഭാര്യയ്ക്ക് കാണാൻ കഴിയൂല. അടുത്ത് നിൽക്കുന്ന പൊന്നുമക്കൾക്ക് കാല് തിരുമി കൊടുക്കുന്ന, മസാജ് ചെയ്തു കൊടുക്കുന്ന കണ്ണ് പാപ്പാന്റെ കണ്ണടയുന്നു എന്ന് നോക്കി നിൽക്കുന്ന മക്കൾക്കത് കാണാൻ പറ്റൂല. ആ മനുഷ്യൻ ഇങ്ങനെ കാണുന്നത് റബ്ബിന്റെ സ്വർഗമാണ്. പിന്നിൽ നിന്ന് ഭാര്യ വിളിക്കുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ. ആ വിളി കേൾക്കാൻ ഒരിക്കലും ആ മയ്യത്താകാൻ പോകുന്ന മനുഷ്യന് സാധ്യമല്ല. ആര് വിളിച്ചാലും അവന്റെ മനസ്സിലെന്താ? ഖൽഫി കരീമാതിന് അലയ്യ വബാക്കിയാ وأمي وفيهن أمي سقيتي وإترتي